ഭാരതത്തിന് ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗം നഷ്ടമാകാൻ കാരണം ചിലരുടെ കഴിവില്ലായ്മയും പിഴവുമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും കോൺഗ്രസിനെയുമാണ് ജയശങ്കർ വിശ്വബന്ധു ഭാരത് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് പരോക്ഷമായി വിമർശിച്ചത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നത് പാക് അധീന കാശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെയാണ്. പാക് അധീന കാശ്മീർ തിരികെ യോജിപ്പിക്കാൻ ഭാരതം ലക്ഷ്മണരേഖ കടന്നാൽ ചൈന എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു ജയശങ്കറിന്റെ മറുപടി. അവിടെ ലക്ഷ്മണരേഖ എന്നൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാക് അധീന കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമാണ്. ചിലരുടെ കഴിവില്ലായ്മയും പിഴവും കാരണം അത് താൽക്കാലികമായി നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു. ചൈനയുടെ പാക് അധീന കാശ്മീരിലെ കടന്നുകയറ്റത്തെ വിമർശിച്ച അദ്ദേഹം ചൈനയും പാകിസ്ഥാനും കാലങ്ങളായി ഒരുമിച്ച് ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ചൈനയ്ക്കോ പാകിസ്ഥാനോ പാക് അധീന കാശ്മീരിൽ പരമാധികാരം അവകാശപ്പെടാൻ ആവില്ല. അത് ഭാരതത്തിന്റെ മാത്രമാണ്. 1963 പാകിസ്ഥാൻ ഏകപക്ഷീയമായി ചൈനയ്ക്ക് പാക് അധീന കാശ്മീരിന്റെ 5000 കിലോമീറ്റർ പ്രദേശം കൈമാറി. എന്നാൽ അതിർത്തി പ്രദേശത്തിന്റെ അവകാശം പാകിസ്ഥാനായാലും ഭാരതത്തിനായാലും അത് മാനിക്കുമെന്ന് ചൈന കരാറിൽ വ്യക്തമാക്കിയിരുന്നതായി ജയശങ്കർ പറഞ്ഞു. 10 വർഷം മുൻപ് ഈ വിഷയം സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അത് മാറി. ഇന്നത്തെ ഭാരത സമൂഹം പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം ഉള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ NDA സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം ആർട്ടിക്കിൾ 370 നടപ്പാക്കിയതാണ്. കാശ്മീരിൽ എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാം, കാശ്മീരിനെ എങ്ങനെ രാജ്യത്തോട് ചേർത്ത് നിർത്താമെന്നൊക്കെയാണ് NDA ചിന്തിക്കുന്നത്. പാകിസ്ഥാന്റെ പക്കൽ ആണവായുധമുള്ളതിനാൽ ഫറൂഖ് അബ്ദുള്ള പറയുന്നത് അവരെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ്. ഭാരതത്തിന്റെ ആണവായുധത്തിൽ നമ്മൾ അഭിമാനിക്കുന്നു, മറിച്ച് അവർ പാകിസ്ഥാനെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. മണിശങ്കർ അയ്യറായാലും ഫറൂഖ് അബ്ദുള്ള ആയാലും അവർ പാകിസ്ഥാന്റെ ആണവായുധത്തെ ഭയക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് പറയരുതെന്ന് അവർ ചിന്തിക്കുന്നതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.